KSRTC ടിക്കറ്റുകൾക്ക് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉടൻ. യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കാൻ ഗൂഗിൾ പേ, ഡെബിറ്റ് കാർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിക്കാം. 2 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, എന്താണെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇനി KSRTCയിൽ വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? KSRTCയെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർക്ക് ഏറ്റവും അധികം പ്രശ്നവും ഈ കണ്ടക്ടർമാരുമായി തർക്കവുമൊക്കെ ഉണ്ടാകുന്നത് ഈ പണം കൊടുത്തതിന് ശേഷം ചില്ലറ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പല യാത്രക്കാരും ഇത്തരത്തിൽ വ്യാപകമായി തന്നെ പരാതികൾ KSRTCയെ അറിയിച്ചിട്ടുണ്ട്. അത് KSRTC ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിൽ പരാതികൾ അറിയിച്ചിട്ടുണ്ട്. ചില്ലറ ഒന്നുകിൽ കൊടുക്കുകയില്ല, അല്ലെങ്കിൽ ചില്ലറ ചോദിക്കുമ്പോൾ തർക്കമുണ്ടാകുന്നു. ടിക്കറ്റ് നൽകിയതിന് ശേഷം ചില്ലറ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ കൊടുക്കാമെന്ന് പറയുന്നു. പിന്നീട് ഇവർ മറന്നുപോകുകയും ഈ ഡിപ്പോകളിലെത്തി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ വലിയ തരത്തിൽ യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായി KSRTC വിലയിരുത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഗതാഗത മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതൊരു ഫേസ്ബുക്ക് സന്ദേശത്തിൽ, യാത്രക്കാർക്കുള്ള ഒരു സന്ദേശമായി ഫേസ്ബുക്ക് സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ അത് എല്ലാ ബസ്സുകളിലും ഉപയോഗിക്കാം. ഗൂഗിൾ പേ, നമ്മുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഫോൺ പേ തുടങ്ങി ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ഉപയോഗിച്ച് തന്നെ ഈ യാത്രക്കാർക്ക് ടിക്കറ്റുകൾ എടുക്കാൻ സാധിക്കും. അത് ഈ കണ്ടക്ടർ യാത്രക്കാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ KSRTC ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ടിക്കറ്റ് മെഷീനിലടക്കം ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരുത്താനുണ്ട്. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരം നടപടികൾ KSRTC നടത്തിയിരുന്നുവെങ്കിലും അത് വ്യാപകമായി പദ്ധതി സംസ്ഥാന തലത്തുടനീളം നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. ശരി ചന്തു, എന്താണെങ്കിലും വലിയ മാറ്റത്തിനാണ് KSRTCയിൽ തുടക്കമാകുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് KSRTCയിൽ പദ്ധതി ഒരുങ്ങുന്നത്.